എന്റെ തമ്പുരാനെ, ഇതെന്തുവാ? ശിങ്കാരി, ശിങ്ക, എന്തോന്നടി ഇത്? എവിടെ കയറിയിരിക്കണം? നിനക്ക് ഈ കട്ടിലും നിനക്ക് വേണ്ടി ഞാൻ ഇട്ട് തന്നിരിക്കണല്ലേ? അതൊന്നും പോരെ നിനക്ക്? എന്നിട്ട് ഈ ഷെൽഫിലിരുന്ന തുണി അത്രയും വലിച്ചു മാറി. ഹലോ ഗൈജേ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനേ ഇത്രയും ദിവസം കുറച്ച് റെസ്റ്റിലായിരുന്നു സുഹൃത്തുക്കളെ. ഞാനേ ഒന്ന് ചെറുതായിട്ട് ഗർഭിണിയായി. എനിക്ക് വലിയ വിചാരങ്ങളും വികാരങ്ങളും ഈ തള്ളയ്ക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. ഈ തള്ള ഇവിടുന്ന് പോയ സമയം കൊണ്ട് ഞാൻ എന്നെ ഗർഭിണിയാക്കി. അതുകൊണ്ട് ഈ തള്ള കിടന്ന അലപ്പാണ് സുഹൃത്തുക്കളെ. എന്താ ചെയ്യാന്ന് പറ? ഒരു 4 വയസ്സായ ഒരു യുവതിയുടെ എല്ലാ ഇതും നിങ്ങൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. ഈ തള്ളയ്ക്ക് മാത്രം എന്തോ ആകാൻ സുഹൃത്തുക്കളെ. ആ തള്ളയ്ക്ക് ഗർഭിണിയാവാൻ, പ്രസവിക്കാൻ, താടകയെ പ്രസവിക്കുക എല്ലാം ചെയ്യാൻ സുഹൃത്തുക്കളെ. എനിക്ക് മാത്രം ഈ ലോകത്തെ മനുഷ്യന്മാനായിട്ടൊന്ന് പ്രസവിക്കാൻ സമ്മതിക്കില്ല സുഹൃത്തുക്കളെ. നിങ്ങൾ തന്നെ പറ സുഹൃത്തുക്കളെ ഈ തള്ളയോട് ഒന്ന്. ഇറങ്ങ അടികൊള്ളു. ഇപ്പം കണ്ണ് തപ്പിയെങ്കിൽ എനിക്ക് ഇരട്ടി പണി ഉണ്ടാക്കണം. നിനക്ക് തന്നെ ഈ കട്ടിലും ഈ തലേണയും ഈ മെത്തയും ഇതെല്ലാം നിനക്കല്ലേ തന്നിരിക്കുന്നത്? നിനക്ക് ഇതൊന്നും പോരാഞ്ഞിട്ടാണോ നീ അതിൽ കയറുന്നത്? ഷെൽഫി കാണുന്നില്ലല്ലോ. ശിങ്കാരിയേ, ശിങ്കാരിയെ കാണുന്നില്ല. എവിടെ പോയി ശിങ്കാരി? ഷെൽഫി കയറിയ? നീ എന്തിന് ഷെൽഫി കയറിയ? എടി ഷെൽഫിൽ എന്തിനു കയറിയ? ഈ തുണിയൊക്കെ എന്തിനു വലിച്ചിട്ടേക്കണേ? ശിങ്കാരിയെ, ഈ തുണിയെല്ലാം എന്തിനു വലിച്ചിട്ടേക്കണേ? എനിക്ക് ഈ വീട്ടിൽ പണിയൊന്നും ഇല്ലാത്തോണ്ടാണോ? ശിങ്ക,